എല്ലാവർക്കും നമസ്കാരം. 2026 ജൂൺ മാസം 25-ാം തീയതി, അതായത് നാളെ മിഥുനം 11-ാം തീയതി വ്യാഴാഴ്ച ദിവസം, സവിശേഷമായ പ്രത്യേകതയുള്ള ദിവസമാണ് നാളെ. അപ്പോൾ നാളത്തെ ദിവസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളത്തെ ദിവസത്തിന് ജ്യോതിഷപരമായി വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അതായത് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ദിവസം, കൂടാതെ ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട നിർജ്ജല ഏകാദശി തിഥിയും ഒന്നിച്ചു വരുന്ന മഹാപുണ്യ ദിവസമാകുന്നു നാളെ. അപ്പോൾ പഞ്ചാംഗ ഗണിതങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് സവിശേഷ ദിവസത്തെ, ഇത്രയധികം പുണ്യകരമായ ദിവസമായ നാളത്തെ ഗ്രഹവിന്യാസങ്ങൾ നോക്കി ചില നക്ഷത്രക്കാർക്ക് നാളെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ വൻ ലാഭമൊക്കെ ഉണ്ടാകുന്ന ജീവിതത്തിൽ നാളത്തെ ദിവസം സന്തോഷിക്കാനുള്ള ഒരുപാട് വകകൾ ഉണ്ടാകുന്നതായ ഒരു ദിവസം. അതോടൊപ്പം ചില നക്ഷത്രക്കാരെ അല്പമൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ട് കാണുന്നുണ്ട്. നാളെ വൈകുന്നേരം 4:31 വരെ ചോതി നക്ഷത്രമാണ്. അതിനുശേഷം വിശാഖം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കിയാലോ. നാളത്തെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ വിന്യാസവും തന്നെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ദേവഗുരുവായ വ്യാഴം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നാളെ ചന്ദ്രൻ്റെ സഞ്ചാരം വരുന്നത് തുലാം രാശിയിലൂടെയും ആയിരിക്കും. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ പ്രത്യേകമായ വിന്യാസം നിമിത്തം 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ മാറി ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസമായിരിക്കും. അപ്പോൾ ആ ശുഭ നക്ഷത്രങ്ങൾ ആരൊക്കെയാണ് എന്നതാണ് നിങ്ങൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിയാണ് ആദ്യത്തെ രാശിയായിട്ട് വരുന്നത്. അപ്പോൾ നാളെ തുലാം രാശിക്കാർക്ക് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് ആണ്. അതിനാൽ തന്നെ നാളെ വൈകുന്നേരം 4:31 വരെ ചോതി നക്ഷത്രത്തിൻ്റെ ബലമുള്ള സമയമാണ്. അപ്പോൾ ചോതി നക്ഷത്ര ബലം ഉള്ളതിനാലും തുലാം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും പെട്ടെന്ന് നടത്തിയെടുക്കാനായിട്ട് സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി പറയേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം പല കാര്യങ്ങളും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. നടക്കുമോ എന്നുള്ള ടെൻഷനും കാണും. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. തൊഴിൽ രംഗത്തും പുതിയ ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ തൊഴിൽ അന്വേഷിച്ച് നടന്നിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാകാതെ ആകെ തലയ്ക്ക് കൈയും കൊടുത്ത് വിഷമിച്ചിരിക്കുകയാണ്, ഇനി ഒന്നും വേണ്ട, എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം ചില പ്രതീക്ഷകൾ, ചെറിയ ചില ദീപനാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കൈത്തിരി വെളിച്ചമായി വന്നെത്തുന്ന ദിവസം കൂടിയായിരിക്കും. അപ്പോൾ നാളെ ഒരു വലിയ ധനഭാഗ്യമൊക്കെ തെളിഞ്ഞു വരുന്ന ദിവസം. ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ ധനം കുമിഞ്ഞുകൂടുമെന്നതല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും, അതിനാവശ്യം ഇപ്പോൾ ഒരു നല്ല ജോലിയാണ്. അപ്പോൾ ആ ജോലിക്കുള്ള ചില മാർഗങ്ങൾ നാളത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതായിരിക്കും. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശി, നിങ്ങൾക്കും ആഗ്രഹിച്ച വസ്തുക്കളോ അതല്ലെങ്കിൽ വാഹനങ്ങളോ ഒക്കെ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലിപ്പോൾ ചില വിഷമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വലിയ തുകയാകും, എങ്ങനെ വാങ്ങും എന്ന ചിന്തയിൽ, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര ധനമേ ഉള്ളൂ, അത് എപ്പോൾ വേണമെങ്കിലും വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നാളത്തെ ദിവസം ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ചില മാർഗങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ സ്വന്തമാക്കാൻ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്കാണെങ്കിലും നാളെ ചില പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ പുതിയ കരാറുകൾ തുടങ്ങാനോ, അല്ലെങ്കിൽ നാളത്തെ ദിവസം നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടായി നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ ബിസിനസ്സുകാർക്ക് നാളത്തെ ദിവസം, ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇടവം രാശിയിൽ വരുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നാളത്തെ ദിവസം നല്ല ഒരു കളക്ഷനൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കൈ നല്ല രീതിയിലൊരു ലാഭമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസം കൂടി, ഒരു സുവർണ ദിവസം എന്ന് തന്നെ പറയാവുന്നതാണ്. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർ. അപ്പോൾ നിങ്ങളുടെ രാശിയിൽ ഗുരു ബലവാനായിട്ട്, അത് വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നാളത്തെ ഗ്രഹത്തിൻ്റെ ആനുകൂല്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗ്രഹാനുകൂല്യം നാളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ദിവസമാണ്. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നാളത്തെ ദിവസം നിങ്ങളുടെ ശ്രമം കൊണ്ട് തന്നെ അത് വീണ്ടും തടസ്സങ്ങൾ മാറി നടത്തിയെടുക്കാൻ സാധിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും നാളെ അനുകൂലമായ ചില മറുപടികൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്.
ഉത്രം, അത്തം, ചിത്തിര കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ, വഴക്കുകൾ അത് നാളെ കൊണ്ട് അവസാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ട് നിങ്ങളുടെ മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാന ചർച്ച നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നിരുന്ന ആ ഒരു ഇരുട്ട് മാറി അവിടേക്ക് പ്രകാശം വന്നു ചേരുന്ന ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഉദ്യോഗം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും പുതിയ ജോലി സംബന്ധമായ ചില നല്ല വാർത്ത, അതും ചില സുഹൃത്തുക്കൾ മുഖേന ജോലിയുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും നമുക്ക് നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫലങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ചില നക്ഷത്രക്കാർ നാളത്തെ ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ 4 രാശിക്കാരായ ആളുകൾ നിങ്ങൾക്ക് ഫലം അനുകൂലമാണ് എന്നതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട എന്നതല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. നല്ല സമയമൊക്കെ വരും, അത് ശരി തന്നെയാണ്. പക്ഷേ ആ നല്ല സമയത്തെ നമ്മളായിട്ട് തട്ടിക്കളയാതിരിക്കുക. എന്ന് വെച്ചാൽ നാളത്തെ ദിവസം ദേഷ്യപ്പെടാനേ പാടില്ല, മറ്റാരുമായിട്ടും ദേഷ്യപ്പെടാൻ പാടില്ല. നാളെ കൂളായിട്ട്, കാമായിട്ട്, പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഈ 4 രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ ബിസിനസ്സിൽ വലിയ തുകകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ച് വെക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ആളുകളുടെ ഉപദേശം തേടിയിട്ട് വേണം നാളത്തെ ദിവസം ചെയ്യാനായിട്ട്. ഒരുപാട് പണം മുടക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുന്നതാകും നാളത്തെ ദിവസം അനുകൂലമായി മാറുന്നത്. അതേപോലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക് നാളെ ചന്ദ്രാഷ്ടമം വരുന്ന ദിവസമാണ്. അതുകൊണ്ട് മീനം രാശിയിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർ നാളെ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങുന്നത് അത്ര ശുഭകരമായിട്ട് കാണുന്നില്ല. അതായത് യാത്രകൾ പോലും ചെയ്താൽ അഥവാ പോയേ മതിയാകൂ എന്ന യാത്രകളാണെങ്കിൽ പോലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ദേഷ്യം പൂർണ്ണമായി നാളത്തെ ദിവസം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആകേണ്ടതാണ്. നമ്മൾ പറയാറുണ്ട് നിയന്ത്രണം കൈവിട്ടു പോയി, ഒരുപാട് ഞാൻ ആ വ്യക്തിയോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരുപാട് മോശമായി സംസാരിച്ചു എന്നൊക്കെ. പക്ഷേ അത് നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. നാളത്തെ ദിവസം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം എന്നാണ് പറയുന്നത്, വരും എന്നല്ല. അങ്ങനെ വരികയാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്കൊരു അവയർനെസ് ആയിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ മുന്നേ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകുന്നത് വഴി ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് പറയുന്നത്. ജ്യോതിഷം ആരെയും ഭയപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങളല്ല, മുൻപേ വരാൻ പോകുന്നതായ കാര്യങ്ങൾക്ക് നമുക്കൊരു തടയിടാൻ അല്ലെങ്കിൽ ഒരു പ്രിക്വേഷൻ എടുക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ നിയന്ത്രണം ആവശ്യമാണ്. അതായത് ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിക്കണം. കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും സമപ്രായക്കാരോടാണെങ്കിൽ പോലും ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ വ്യാഴാഴ്ച ദിവസമാണ്. കൂടാതെ ഏകാദശി തിഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ഏവരും നടത്തുന്നത് ദോഷങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ 1:30 മുതൽ 3 മണി വരെയുള്ള ആ ഒരു സമയം, രാഹുകാല സമയം, നല്ല കാര്യങ്ങളൊന്നും തന്നെ തുടങ്ങാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ചന്ദ്രാഷ്ടമമുള്ള മീനം രാശിക്കാർ നാളെ നിങ്ങൾ ഗണപതി ഭഗവാനെ കൂടി പ്രീതനാക്കേണ്ടത് അത്യാവശ്യമാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഒരു തേങ്ങയൊക്കെ ഉടയ്ക്കുന്നത് വിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നാളെ ജൂൺ മാസം 25-ാം തീയതിയിലെ കൃത്യമായ ദിവസഫലം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ദിവസഫലങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.